ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടിപ്പിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ട് നമുക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിലേക്കാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അതാകുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ടേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള എലികളെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തിൽ മതി. ഇനി ഒരു ബോൾസ് ആക്കി എടുക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. ഒരൊറ്റ ഒരു ഉണ്ട എടുത്തിട്ട് നമുക്കിത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനെ സെപ്പറേറ്റ് ആക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നൊരു ബുദ്ധിമുട്ടായിരിക്കാം എലിയുടെ ശല്യം. അത് പൂർണ്ണമായിട്ടും കളയാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോൾസ് നന്നായിട്ട് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഈ പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാക്കിയെടുത്ത് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫില്ലിംഗ് പോലെ വെച്ച് കൊടുക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ സ്റ്റാപ്ലറാണ്. സ്റ്റാപ്ലറിൻ്റെ പിന്നാണ് വേണ്ടത്. അപ്പോൾ ഇതേ സ്റ്റാപ്ലർ എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ പിന്ന് നമുക്ക് എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ പുതിയ സ്റ്റാപ്ലറൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റാപ്ലർ അടിച്ചു വെച്ചിരിക്കുന്ന അത് നടത്തിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു 2-3 എണ്ണം വേണം. അപ്പോൾ ഒരു 3 കഷ്ണമായിട്ടുള്ള പിന്നാണ് എടുക്കുന്നത്. നമുക്കൊന്ന് കത്തി വെച്ചൊന്ന് സൈഡിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി, അത് പുറത്തോട്ട് വരും. അപ്പോൾ ഇത് 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പിന്നെ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് പൊടിയുടെ അകത്തേക്ക് വെച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക. അത് അകത്തിരിക്കുന്ന തരത്തിലേക്ക് തന്നെ വേണേ. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കൈ ഒന്നും ഡാമേജ് ആവരുത്, കാരണം ഇത് കുത്തി കയറും. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റായിട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ശർക്കരയാണ്. കാരണം എലീനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമല്ലോ, എന്നാലല്ലേ എലി ഇത് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്കൊരല്പം ചുരണ്ടി ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ചിരണ്ടി ഇതുപോലെ 2-3 ഇതായിട്ട് ചിരണ്ടി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നേരെ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് എവിടെയാണോ കൂടുതലായിട്ട് എലിശല്യം കാണുന്ന ആ ഭാഗത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ പരിസര പ്രദേശങ്ങൾ വെള്ളമോ വേറെ ഫുഡുകളോ വേസ്റ്റോ ഒന്നും വെക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയാകുമ്പോൾ എലി ഇത് തന്നെ കഴിക്കും, എലികൾ ചത്തു പോവുകയും ചെയ്യും. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയാണ് എടുക്കേണ്ടത്. 1 സ്പൂൺ ഗോതമ്പ് പൊടിയാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഒരു ലൂസി പരുവത്തിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്തിട്ട് വേറെ ഇതിനകത്ത് ഇപ്പോൾ ഒന്നും തൽക്കാലം ചേർക്കേണ്ട. ആദ്യം നമ്മൾ പൊടി എടുക്കുക, അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതും എലികളെ കംപ്ലീറ്റ് ആയിട്ട് കൊല്ലാനുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. ഈ ടിപ്പുകളൊക്കെ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എലിയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പൂർണ്ണമായിട്ട് എലികൾ നശിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ നിങ്ങളൊന്ന് കുഴച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ, കർപ്പൂരമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കർപ്പൂരം എടുക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഒരു കർപ്പൂരം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എപ്പോഴും കർപ്പൂരം നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കർപ്പൂരം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അത് ഈ പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിൽ നിന്ന് വാങ്ങുന്ന നല്ല കർപ്പൂരമായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി എടുക്കാവേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തിരുമ്മി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചില്ലേ, ആ മിക്സിലേക്ക് കുറച്ച് ലൂസി ആയിട്ട് കുഴച്ച് വെച്ച് അതിനകത്തോട്ട് ഇട്ടിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു മിക്സ് കണ്ടോ, നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി നമുക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ എലികളെ കംപ്ലീറ്റ് ആയിട്ട് കൊല്ലാൻ സാധിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. എല്ലാ വീട്ടിലും എന്തെങ്കിലും പെയിൻ്റെ ബാംസ് ഉണ്ടാവും. അപ്പം മൂവോ ഏതെങ്കിലും ബാം ഉണ്ടാവുമല്ലോ, പെയിൻ കില്ലറായിട്ടുള്ള ബാംസ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നടുവേനോ കാലുവേനോ എന്തിനൊക്കെ ചെന്നാലും കിട്ടുന്നത്, അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഇതുപോലത്തെ ഒരു ബാം എടുത്തിട്ട് നേരെ ഓയിൽമെൻറ്റ് എടുക്കുക. ഓയിൽമെൻറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇതിനകത്തോട്ട് മിക്സ് ആക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ എവിടെയാണോ എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗത്ത് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എലികൾ ചത്ത് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.